ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ സ്റ്റഡീസിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൽ ബ്രൗൺ സേജ് സിവിലൈസേഷൻ വരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ബ്രൗൺ സേജ് സിവിലൈസേഷൻ. You have seen the changes that have occurred in human life in the Bronze Age. As a result of these changes in the Bronze Age, civilizations were formed centered around cities. Let us begin familiar with the Bronze Age civilizations. ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻസിലാണ് എന്ത് സംഭവിച്ചത്? സെൻറ്റേഡ് സിറ്റീസൊക്കെ ആയിട്ട് മാറിയത്. ഈ ബ്രൗൺസ് ഏജ് സിവിലൈസേഷനിൽ തന്നെ 4 തരത്തിലുള്ള സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ്? മെസപ്പൊട്ടോമിയൻ, ഹാരപ്പൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്. ഈ നാല് സിവിലൈസേഷനും ഏത് ഏജിലായിരുന്നു? ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ ഏജിലായിരുന്നു ഈ 4 സിവിലൈസേഷനും ഉണ്ടായത്. നമുക്കിതിൽ 4 നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിനകത്തൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു മാപ്പാണ്. നമുക്ക് മാപ്പ് നോക്കാം. താഴെ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് മാപ്പ് ആൻഡ് ഐഡൻറ്റിഫൈ ദ റിവർ വാലീസ് where the major Bronze Age civilization developed and complete the table. ഇതിലെ സിവിലൈസേഷൻസ് ഏത് റിവർ വാലിയുടെ കീഴിലായിരുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഏത് നദിയുടെ തീരത്തായിരുന്നു? മെസപ്പൊട്ടോമിയൻ ടൈഗ്രിസ് റിവറിൻ്റെയും യൂഫ്രൈറ്റ്സ് റിവറിൻ്റെയും കീഴിലായിരുന്നു എന്ത്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അടുത്ത ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഏത് നദിയുടെ കീഴിലായിരുന്നു? നൈൽ നദിയുടെ. അതിന് ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻഡസ് റിവറിൻ്റെ. ചൈനീസ് സിവിലൈസേഷൻ ഹ്വാങ്ഹോങ് എന്ന് പറയുന്ന റിവറിൻ്റെ കീഴിലായിരുന്നു. അപ്പം മാപ്പ് നോക്കുക. മാപ്പിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ്, വൈ ഡിഡ് ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ ഫോം ഇൻ റിവർ വാലീസ്? എന്തുകൊണ്ടാണ് ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻസ് റിവർ വാലീസിൻ്റെ ഇടയിൽ സംഭവിക്കാനുള്ള കാരണം എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ടല്ലേ. ഫെർട്ടൈൽ സോയിൽ, അതായത് ഫലപുഷ്ടമായ മണ്ണായിരുന്നു. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ അവൈലബിലിറ്റി. ഫ്ലേവറബിൾ ക്ലൈമറ്റ്, അതായത് അനുകൂലമായ കാലാവസ്ഥയുമായിരുന്നു. ഇതുകൊണ്ടാണ് എന്ത് റിവർ വാലിയുടെ ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ എവിടെയായിരുന്നു? റിവർ വാലിയുടെ തീരത്താവാനുള്ള കാരണം. നമുക്ക് നോക്കാം എന്താണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഒബ്സർവ് മാപ്പ് 1 ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് മെസപ്പൊട്ടോമിയയുടെ ലൊക്കേഷൻ നമ്മൾ ഏതാണെന്ന് പഠിച്ചു. യൂറോപ്രൈറ്റ്സിൻ്റെയും ടൈഗ്രിസിൻ്റെ റിവറിൻ്റെയും ഇടയിലായിരുന്നു എന്തെന്ന് പറയുന്നത്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെസപ്പൊട്ടോമിയൻ എന്ന് പറയുന്നത്?